വാത്സല്യം സീരിയൽ ഇന്നത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡ് ഒരു തകർപ്പൻ എപ്പിസോഡ് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ACP അടിച്ച കരങ്ങൾ കൊണ്ട് നമ്മുടെ മീനാക്ഷി കുട്ടീനെ മാറോട് ചേർത്ത് നിർത്തി തഴുകുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ ഇന്നലെ നമ്മൾ കണ്ടതാണ് നമ്മുടെ ACP മീനാക്ഷിയുടെ കരണത്തൊന്ന് പൊട്ടിച്ചു. അതിന്റെ സങ്കടത്തിലാണ് മീനാക്ഷി. അത് മാത്രമല്ല ACP പറയുന്നുണ്ട്, നീ എന്നെ ഉറങ്ങിക്കിടക്കുമ്പോൾ കൊല്ലില്ല എന്ന് എനിക്ക് എന്താണ് ഉറപ്പ്? ഇനി എനിക്ക് നിന്നെ കാണണ്ട, എന്റെ കൺമമ്മി പോലും വന്നു പോവല് പൊക്കൂടി എന്ന് പറയുവാണ് ചെയ്യുന്നത്. അങ്ങനെ മീനാക്ഷി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാജലക്ഷ്മിയും നന്ദിനിയും ഒക്കെ ഇവരെ കാത്തെന്താണ് വീട്ടിന്റെ വാതിൽ നിൽക്കുവാണ്. വരുന്നുണ്ടോ എന്ന് നോക്കി നോക്കി നിൽക്കുന്നുണ്ട്. നമ്മുടെ ജയറാം എന്താണ് പുറത്ത് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പം ഗിരി അടുത്തോട്ട് വന്ന് ചോദിച്ചു, ആരെങ്കിലും വിളിച്ചോ വന്നോ എന്ന് ചോദിച്ചു. ഇല്ല ഗിരി വന്നില്ല, എന്നാൽ ഞാനൊന്ന് മീനാക്ഷിയെ വിളിക്കാന്ന് പറഞ്ഞ് ഗിരി ഫോൺ എടുക്കുന്ന സമയത്ത് തന്നെ ഓട്ടോറിക്ഷ വന്നിരുന്നു. ഓട്ടോറിക്ഷയിൽ നിന്ന് നമ്മുടെ മീനാക്ഷി ഇറങ്ങി. മീനാക്ഷി കണ്ടതും ജയറാം അച്ഛനും കൂടി അടുത്തോട്ട് ചെന്നു. മോളെ എന്ത് പറ്റി, എന്തായെന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി അങ്ങ് പൊട്ടിക്കരയുവാണ് ചെയ്യുന്നത്. അപ്പൊ ജയറാമിന് വല്ലാത്ത ഒരു ഇത്, എന്താണ് മീനാക്ഷി കരയുന്നത്, എന്താ മോളെ? ഒന്നുമില്ല അച്ഛ, ഇതെല്ലാം അനുഭവിക്കേണ്ടത് എന്റെ ഒരു വിധിയാണ് അച്ഛ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മീനാക്ഷി അകത്തോട്ട് ഓടുവാണ് ചെയ്യുന്നത്. അപ്പോഴത്തേനെ അകത്ത് എന്താണ്, ആ വാതിൽ തന്നെ മുത്തശ്ശിയുണ്ട്, അമ്മയും ഉണ്ട്. അവരും ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ കരയുന്നത്, എന്താ മീനാക്ഷി, കുഞ്ഞിനെങ്ങനെയുണ്ട്, എന്ത് പറ്റി? പക്ഷെ മീനാക്ഷി ഒന്നും തന്നെ പറയുന്നില്ല. മീനാക്ഷി നേരെ അകത്തോട്ട് ഓടിപ്പോയി കട്ടിലിൽ പോയി കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടക്കുവാണ്. അപ്പോഴത്തേന് ഇവർക്കൊരു സംശയം, എന്തായിരിക്കും മീനാക്ഷി ഇങ്ങനെ കരയുന്നത്, കുഞ്ഞിന് വല്ലതും പറ്റിയോ? ആ ഒരു പേടി ഇവർക്ക്. അങ്ങനെ ഇവര് 3 പേരോടെ ചേർന്ന് ഗിരിയും മുത്തശ്ശിയും എല്ലാം ചേർന്ന് അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, എന്താ മോളെ കരയുന്നത്? പക്ഷെ മീനാക്ഷി ഒന്നും പറയുന്നില്ല. ഇത് കണ്ടപ്പോൾ ഗിരിക്കൊരു സംശയം. അങ്ങനെ ഗിരി ചോദിക്കുന്നു, മീനാക്ഷി കുഞ്ഞിനെന്തെങ്കിലും? കുഞ്ഞിനൊന്നുമില്ല. പിന്നെ മുത്തശ്ശി ചോദിക്കുന്നു, മോള് പറ, എന്തിനാ കരയുന്നത്? നന്ദിനിയും ചോദിക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, മുത്തശ്ശി ഞാന് കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ACP കല്യാണം കഴിക്കണ്ടായിരുന്നു, അല്ലയോ മുത്തശ്ശി? കല്യാണം കഴിച്ച് തെറ്റായിപ്പോയി ഞാൻ. അതെന്താ മോളെ അങ്ങനെ പറയുന്നത്? ഇല്ല, ACP പറയുന്നു കുഞ്ഞിന് വയ്യാതായത് ഞാൻ കാരണമാണെന്ന് പറയുന്നു മുത്തശ്ശി. എനിക്കത് കേട്ട് സഹിച്ചില്ല. മാത്രമല്ല എന്നെ തല്ലി എന്നെ അവിടുന്ന് വഴക്ക് പറഞ്ഞു, എന്നെ അവിടുന്ന് പറഞ്ഞു വിടുവായിരുന്നു ചെയ്തതെന്ന് പറയുന്നത് കേട്ടപ്പോൾ എന്താണ് നന്ദിനിക്ക് മനസ്സിലായി കാര്യം എന്താണെന്നുള്ള കാര്യം. അവര് ആശ്വസിപ്പിക്കുന്നുണ്ട്, പോട്ട് മോളെ കരയണ്ട. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ വരട്ടെ നമുക്ക് ചോദിക്കാമെന്ന് പറയുന്നു. അപ്പൊ മീനാക്ഷിയുടെ എന്താണ് നന്ദിനി പറയുന്നുണ്ട്, മോള് സങ്കടപ്പെടണ്ട, ഇതൊരു തെറ്റിദ്ധാരണയുടെ പേരില്ല, ഞാൻ പോയി അത് മാറ്റാം എന്ന് പറഞ്ഞിട്ട് അമ്മയെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ നിന്നും പോവാണ് ചെയ്യുന്നത്. ഈ സമയം എന്താണ് ജയറാം മഹത്തോട്ട് വന്നിട്ട് ജയറാം പറഞ്ഞു, മോളെ എല്ലാത്തിനും കാരണം അച്ഛനാണ് മോളെ, അച്ഛൻ ചെയ്ത തെറ്റിന്റെ ഫലമാണ് എന്റെ പൊന്നുമോൾ അനുഭവിക്കുന്നത് എന്ന് പറയും. ഇത് കേട്ടപ്പോഴാണെന്നുണ്ടെങ്കിൽ രാജലക്ഷ്മിക്ക് ദേഷ്യം വന്നു. രാജലക്ഷ്മി പറഞ്ഞു, ഓ മോളോട് സ്നേഹമുള്ള ഒരു അച്ഛൻ, ഗിരി അവനോട് ഇറങ്ങി പാൻ പറ, അവൻ കാരണമാണ് ഈ തറവാട് ഇന്ന് ഈ അവസ്ഥയിലായിപ്പോയത്, അവനോട് പാൻ പറയാൻ പറയുന്നു. അപ്പം ഗിരി പറയുന്നു, നിങ്ങൾ എന്തിനാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത്? മുത്തശ്ശി മീനാക്ഷിയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുവല്ലേ ചോദിക്കുന്നു. അപ്പം ജയറാം എന്ത് ചെയ്ത് ഇറങ്ങി പുറത്തോട്ട് അങ്ങ് പോവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കാർത്തികിന്റെ അടുത്തോട്ട് മീനാക്ഷി പോയിരിക്കുവായിരുന്നല്ലോ. പോയിട്ട് അടുത്ത് ചെന്നിട്ട് നമുക്ക് കാർത്തിക് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്, മീനാക്ഷിനെ തല്ലിയതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. മോനെ കാർത്തിക് എന്ന് അടുത്ത് പോയി വിളിക്കുന്നു. കാർത്തിക് നോക്കുന്നില്ല. ആദ്യം പിന്നെയും വിളിക്കുന്നു, മോനെ പിണക്കമാണോ, എന്താ മോനെ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ആരോടും മിണ്ടണ്ട, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്, പക്ഷെ എന്നെ എല്ലാവരും വഞ്ചിക്കുന്നു പറയും. നിന്നെ ആരും വഞ്ചിച്ചിട്ടില്ല മോനെ, നിനക്ക് തെറ്റിദ്ധാരണയാണ്. നിന്നെ വഞ്ചിച്ചത് ഒരേ ഒരാൾ മാത്രമേ വഞ്ചിച്ചിട്ടുള്ളൂ, അത് നിന്റെ ഭാര്യയായിരുന്ന മൈഥിലി മാത്രമാണ് നിന്നെ വഞ്ചിച്ചത്, അത് നിന്റെ വിധിയായിരുന്നു എന്ന് നമുക്ക് കരുതാം. മീനാക്ഷി നിന്നെ വഞ്ചിച്ചിട്ടേ ഇല്ല. മീനാക്ഷി എന്നെ വഞ്ചിക്കാതാണോ? എന്റെ ശത്രുവായ എന്നോട് ഇത്രയും ദ്രോഹം ചെയ്ത് അവളെ അവിടെ എന്താണ് വിളിച്ച് കയറ്റിയതെന്ന് ചോദിക്കും. അവളല്ല വിളിച്ച് കയറ്റിയത്, മീനാക്ഷി പറഞ്ഞല്ലോ മീനാക്ഷി ആയിരുന്നു എന്ന്. ദൈവമ്മ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണെന്ന് പറഞ്ഞു. അല്ല മോനെ, അവൾ എപ്പോഴും അങ്ങനെയല്ലേ, മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ബലിയാടാവുന്നതല്ലേ മീനാക്ഷിയുടെ സ്വഭാവം. അപ്പൊ ആർക്ക് വേണ്ടിയിട്ട്? അപ്പം പറയുന്നുണ്ട് പിന്നെ മാലതിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഞങ്ങളെല്ലാം പുറത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മാലതി എന്താണ് മൈഥിലിനെയും കൊണ്ട് അകത്തോട്ട് കയറിപ്പോയി. ഇത് ഞങ്ങൾ ആരും കണ്ടില്ല. മീനാക്ഷി അങ്ങോട്ട് ആ റൂമിലോട്ട് ചെല്ലുമ്പോൾ പാല് കൊടുത്തുകൊണ്ടിരുന്നതും എന്താണ് മീനാക്ഷി പറയുന്നോട്ട്, ഇത് പറ്റില്ല, എന്റെ കുട്ടിയെത്താ, ഞാൻ ACP വിളിക്കും എന്ന് പറഞ്ഞ് ഫോൺ എടുത്തപ്പോഴത്തേനും എന്താണ് മൈഥിലി പറയുന്നുണ്ട്, മീനാക്ഷി വിളിക്കല്ലേ, കാർത്തിക് എന്നെ കൊല്ലു എന്ന് പറയുന്നു.
എന്നെ അമ്മേന്ന് വിളിച്ചു. ഞാൻ ഓടി കയറി ചെന്നപ്പോൾ ഇത് കണ്ടതാണ്, അല്ലാതെ മീനാക്ഷിയുടെ കയ്യിൽ ഒരു തെറ്റുമില്ല. അവള് പറഞ്ഞു പാല് കൊടുത്തില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും, ഞാൻ കുട്ടിയുടെ അമ്മയല്ലേ, ഒരേ ഒരു വട്ടം കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ മീനാക്ഷി മനസാക്ഷി കൊണ്ട് സമ്മതിച്ചതാണ്, അല്ലാതെ അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ അവള് കുടുംബത്തിന് രക്ഷിക്കാൻ വേണ്ടി, കുടുംബത്തൊരു പ്രശ്നം ഉണ്ടാവേണ്ട എന്ന് പറഞ്ഞാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്ത് പ്രശ്നമെന്ന് ചോദിക്കാൻ പറഞ്ഞു, അതായത് ഇത് മാലതിയാണ് വിളിച്ച് കയറ്റിയെന്ന് അറിഞ്ഞാൽ അമ്മ അവളെ അടിച്ചു പുറത്താക്കും, പിന്നെ ജഗദീഷ് അവളെ കൊല്ലും, അതുകൊണ്ടാണ് സ്വന്തമായി തന്നെ കുറ്റം ഏറ്റെടുത്തത്. ഇത് കേട്ടപ്പം കാർത്തിക്കിന് ഭയങ്കര സങ്കടമായി. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ ഈ കാര്യം നമ്മളല്ലാതെ വേറെ ആരും അറിയില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ജീവിതം തകരും, മാലതി അമ്മ അടിച്ച് പുറത്താക്കും എന്ന് പറയുന്നു. ആ സമയത്താണ് മാലതി അങ്ങോട്ട് വരുന്നത്. മാലതി പറഞ്ഞു നമുക്ക് പോവാം, ഡിസ്ചാർജ് ആയി കുഞ്ഞിനെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും കാർത്തിക്കിന് ദേഷ്യം കൊണ്ട് മാലതി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. രൂഷ മാലതി നോക്കുന്നുണ്ട്, ഇവൻ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്, ഇവൻ എന്റെ കള്ളം വല്ലതും മനസ്സിലായോ, കുറച്ചൊക്കെ മനസ്സിലായതുപോലെ തോന്നുന്നുള്ള കാര്യം മാലതിക്ക് മനസ്സിലായി. അപ്പോഴത്തേനും നന്ദിനി പറഞ്ഞു, മോനെ നമുക്ക് പോവാമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പൊ നേരെ വീട്ടിലോട്ട് ചെല്ലുന്നു. വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും മുത്തശ്ശിയും എല്ലാം കൂടെ കാത്തു നിൽക്കുവാണ് അവിടെ. അപ്പോഴത്തേനും രാജലക്ഷ്മി ചോദിക്കുന്നു, നീ എന്തിനാടാ ആ കൊച്ചിനെ തല്ലിയത്, എന്റെ മോളെ തല്ലാൻ നിനക്ക് എന്ത് അവകാശം, നീ എന്തിനു തല്ലി എന്ന് ചോദിക്കും. അപ്പോഴത്തേനും പറയുന്നു, മുത്തശ്ശി ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ തല്ലിയതാണ്. അപ്പൊ കൈമളേട്ടൻ ചോദിക്കുന്നുണ്ട്, അവൾ മാത്രമേ ഉള്ളൂ നമ്മുടെ പേരക്കുട്ടി, അവന് നമ്മുടെ കുട്ടിയല്ലേ, അവൻ ഭാര്യ ഒന്ന് തല്ലി, അത് അവനുള്ള അവകാശം കൊണ്ട് അവൻ തല്ലിയതല്ലേ എന്ന് പറയുന്നു. ഇനി മേലാൽ ആവർത്തിക്കാൻ പാടില്ല, എന്റെ കുട്ടീനെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും പാടില്ല എന്ന് ഈ രാജലക്ഷ്മി പറയുന്നു. അപ്പം ചോദിക്കുന്നുണ്ട്, പിന്നെ മീനാക്ഷി എന്ത് ചെയ്യുന്നു നന്ദിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവള് കൊണ്ട് അകത്തുണ്ട് മോനെ എന്ന് പറയുന്നു. അങ്ങനെ മീനാക്ഷിയുടെ അടുത്തോട്ട്, അപ്പൊ മീനാക്ഷി അങ്ങനെ ചരിഞ്ഞു കിടന്ന് ഉറങ്ങുവാണ്, കരഞ്ഞ് സങ്കടപ്പെട്ട് ഉറങ്ങുവാണ്. അപ്പം ഈ ACP വന്ന് ചേർന്നത് മീനാക്ഷിക്ക് കാണാൻ പറ്റത്തില്ല. ACP മെല്ലെ സങ്കടത്തോടെ ചെന്ന് മീനാക്ഷിയുടെ അരികിലിരുന്നിട്ട് തലയിൽ തലോടിയപ്പോഴത്തേനും മീനാക്ഷി പെട്ടെന്ന് ചാടി എണീറ്റു. അയ്യോ ഇനി എന്നെ തെല്ലല്ലേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും അവന് ഭയങ്കര സങ്കടമായി. ACP എന്ത് ചെയ്ത് മീനാക്ഷിയുടെ 2 കാലുകളിലും പിടിച്ചിട്ട് പറഞ്ഞു, മീനാക്ഷി പിന്നെ എന്നോടൊന്ന് ക്ഷമിക്കുന്നേ, എനിക്കറിയാതെ പറ്റിപ്പോയത്. അതൊക്കെ ഭയങ്കര പ്രേമാതുരമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു നല്ലൊരു പാട്ടൊക്കെ ഉണ്ട്, നല്ലൊരു റൊമാൻറ്റിക് സോങ് ഒക്കെ ഉണ്ട്. ഹൃദയത്തിൻ മധുപാത്രം നുകരുന്നു സഖിനീയൻ ദേവതയായി അരികിൽ നിൽക്കേ, അങ്ങനെ നല്ലൊരു റൊമാൻറ്റിക് സോങ് ഒക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മീനാക്ഷിയുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചിട്ട്, മീനാക്ഷി എന്നോട് ക്ഷമിക്കും, ഞാൻ തെറ്റിദ്ധാരണയുടെ പേരിൽ അടിച്ചതാണെന്നൊക്കെ പറയുന്നു. ACP എന്റെ കാല് പിടിക്കല്ലേ, കാല് പിടിച്ചപ്പം എന്ന് പറയുന്നു. മീനാക്ഷി എന്തേലും കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല കഴിച്ചില്ല, ഞാൻ ഭക്ഷണം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ്. അപ്പോഴത്തേനും കാർത്തിക് താഴോട്ട് പോകണം. അപ്പൊ മുത്തശ്ശിയും എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. ചെന്നിട്ട് നന്ദിനോട് പറയുന്നു, ദൈവമേ പിന്നെ മീനാക്ഷിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം എടുത്തു തരാൻ പറയും. അങ്ങനെ ദേവമ്മ എന്ത് ചെയ്ത് പാത്രത്തിൽ എടുത്തുകൊണ്ട് കൊടുക്കുന്നു. ഈ ഭക്ഷണം കൂടെ നമ്മുടെ ACP മുകളിൽ ചെന്നിട്ട് കഴിക്കും മീനാക്ഷി എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയും, എനിക്ക് വേണ്ട ACP എന്ന് പറയും. അത് പറ്റില്ല, അത് കഴിച്ചേ ഒക്കത്തോളൂ, ഞാൻ വാരി തരാം, ഇന്ന് നീയാണ് എന്റെ പൊന്നുമോള്, എന്റെ പൊന്നുമോക്ക് ഞാൻ വാരി തരാന്ന് പറയും. വേണ്ട ACP എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് ACP മീനാക്ഷിനെ കട്ടിൽ പിടിച്ചിരുത്തി ചോറ് വാരി കൊടുക്കുകയാണ്. അപ്പോഴും ഒരു പാട്ടാണ്, നല്ല റൊമാൻറ്റിക് സോങ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മീനാക്ഷിക്ക് വാരി വായിൽ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിനക്കൊരു താരാട്ട് പാടും കൂടി ഇനി പാടി തരണോ എന്ന് ചോദിക്കുന്നുണ്ട്. വീണ്ടും വായിൽ ഭക്ഷണം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഇന്നത്തെ എപ്പിസോഡ്. അവർ റൊമാൻറ്റിക് ആയി രണ്ടുപേരും അവരുടേതായ ഒരു ലോകത്തങ്ങനെ ലയിച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാരും കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.